ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് മുമ്പേ അറിയാം. വിഷയം പരിഹരിക്കുകയാണെങ്കിൽ പരിഹരിക്കട്ടെ, ഈ ഒരു സംവിധാനം നിലനിൽക്കട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നപ്പോൾ തലയിൽ കയറുകയോ അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല. നിങ്ങൾ എന്നിട്ടിപ്പോ ഞങ്ങൾക്ക് പാണക്കാട് സ്നേഹം പഠിപ്പിക്കാൻ വരുമോ? നിങ്ങളുടെ സ്നേഹം ഞങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ഉമ്മത്ത്, കേരള മുസ്ലിം ഉമ്മത്ത് മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിൽ ചുമന്നിട്ടുള്ള മഹാനാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം മരിച്ചു കിട്ടാൻ ദുആ ചെയ്ത മനുഷ്യനല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് തെളിവ് വേണോ? ഞങ്ങൾ തരാം. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മരിച്ചു കിട്ടാൻ ദുആ ചെയ്യണമെന്ന് നിങ്ങൾ സ്ഥിരമായി വളാഞ്ചേരി മർക്കസിലെ കുട്ടികളോട് പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾക്ക് തെളിവ് വേണോ? നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്ക്. മറ്റൊരാൾ, ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വളരെ സെക്യുലറായി ഒക്കെ സംസാരിക്കുന്നവരാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ. 2010 ജൂലൈ 4 പൂക്കിപ്പറമ്പ് ഹൈദ്രോസ് മുസ്ലിയാർ സ്മാരക വാഫി കോളേജിൽ ഒരു ലഡു വിതരണം നടന്നു. എന്തിന്റെ പേരിലായിരുന്നു? എന്തായിരുന്നു ആ ലഡു വിതരണത്തിന് പിന്നിൽ? ഞങ്ങളിപ്പോൾ അത് പറയുന്നില്ല. അത് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ഇവിടെയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിക്കുന്നു. എന്തിനായിരുന്നു ആ ലഡു? ഇനി ആ ലഡു കിട്ടാത്ത, അത് ഞാൻ പറയുമ്പോ ആ ലഡു കിട്ടാത്ത കുറച്ച് കുട്ടികൾ വന്ന ഒരു കടലാസ് ഇറക്കിയോണ്ട് കാര്യമല്ല. ലഡു കിട്ടിയവരിവിടെ ഉണ്ട്. നാഫിം മുസിബത്തും എതിരായാല് മുസിബത്ത് പറയുന്നതാണ് ഇവിടെ സ്ഥിരപ്പെടുക. അതുകൊണ്ട് ലഡു കിട്ടാത്തവർക്ക് ഞങ്ങൾ വേറെ തരാ. പക്ഷെ കിട്ടിയവരിവിടെ ഉണ്ട്. അന്ന് പൂക്കിപ്പറമ്പിൽ ഡേറ്റ് കൃത്യമായി എഴുതി വെച്ചോ. ഡേറ്റ് എനിക്കറിയാം, കൃത്യമായി എഴുതി വെച്ചോ. ചരിത്രം പരിശോധിച്ചാൽ അതെന്തിനായിരുന്നു ആ ലഡു എന്നും അറിയാം. അതാ എന്താ